ഒരുപക്ഷെ ഇവിടുത്തെ സാധാരണ മനുഷ്യർ അവരഭിമുഖീകരിക്കുന്ന അവരെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് പറയുമ്പോൾ പോലും അതൊരു വില കൊടുക്കാതെ മോശമായി കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് വന്നതാണ് ഇത്ര വലിയ ഒരു സംഘർഷത്തിലേക്കും പ്രശ്നത്തിലേക്കും നീങ്ങാനുള്ള കാരണം. ഇതിപ്പോൾ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇവിടെ എത്തി, കൗൺസിലർ ഇവിടെ ഉണ്ട്, ഇടപെടുന്നുണ്ട്. എന്തായാലും ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഒരു മാലിന്യ പ്രശ്നമല്ല എന്ന കാര്യം ഇതിനകം തന്നെ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. നിരന്തരം ഇവർ ഇടപെടുന്നുണ്ട്, നാട്ടുകാർ ഇടപെടുന്നുണ്ട്. നമ്മൾ രാമചന്ദ്ര ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ട് നേരത്തെയും ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു. അവിടുത്തെ സെയിൽസ് ഗേൾസിന് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയിട്ടില്ല. അവരുടെ താമസ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ മുൻ വർഷങ്ങളിൽ എപ്പോഴോ റെയ്ഡ് നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണ് രാമചന്ദ്ര എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരുപാട് തൊഴിലാളികളുണ്ട്, അവർക്കുള്ള ഭക്ഷണമാണെന്നാണ് കരുതിയത്. അതല്ല, അവിടെ വിൽപ്പനയ്ക്കുള്ള ഭക്ഷണമാണ് ഇവിടെ ബേക്കറിയിൽ ഉണ്ടാക്കുന്നത് അല്ലേ? അല്ല, ഇവിടെ ഏതാണ്ട് 5000-ലധികം വരുന്ന ജീവനക്കാരുണ്ട് എന്നാണ് ഇവിടുന്ന് മനസ്സിലാക്കുന്നത്. അവർക്കുള്ള ഫുഡാണ് ഇവിടെ നിന്ന് കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ അത് കൂടാതെ ഇവരുടെ ചില സ്ഥാപനങ്ങളിൽ, അതായത് അട്ടക്കുളങ്ങരയിലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഫുഡ് കോർണറുണ്ട്, അവിടേക്കുള്ള ഭക്ഷണം, അതുപോലെ ബേക്കറി ഐറ്റം, അങ്ങനെ ഒരുപാട് പേർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുന്ന സ്ഥലത്ത് അതിന് വേണ്ട ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ് ശ്രുതി. ഒരുപക്ഷെ ഒരു 2-3 ലക്ഷം രൂപ മാത്രം ചെലവഴിച്ചാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാലിന്യ സംസ്കരണ സംവിധാനം പോലും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരമൊരു പരിശോധന പോലും കോർപ്പറേഷൻ്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പ്രശ്നം കിടക്കുന്നു, ഇത്ര വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇതിപ്പോൾ ഇവിടുത്തെ ചുമട്ടുകാരായ യൂണിയൻ തൊഴിലാളികൾ വന്നതും ഈ ഒരു വിഷയത്തിൻ്റെ പേരിലാണ്. യഥാർത്ഥത്തിൽ അവരുടെ പ്രശ്നം ഗോഡൗൺ അടച്ചുപൂട്ടുന്നതിനെതിരെയാണ്. പക്ഷേ ഈ വാർത്ത എന്ന് പറയുന്നത് ഇവിടുത്തെ മാലിന്യ പ്രശ്നം ആണ് എന്നുള്ളതാണ്. ആ വിഷയത്തിന് പിന്നാലെ ഇപ്പോൾ ഇവിടെ കൗൺസിലർ എത്തി, അതിന് പിന്നാലെ JHI എത്തി. പക്ഷേ എന്നിട്ടും നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ രാമചന്ദ്രൻ്റെ അധികൃതർ ആരും ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇപ്പോൾ പ്രദേശവാസികൾ ആകെ സംഘടിച്ചിട്ടുണ്ട്. കാരണം അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടം കൂടിയാണ് ഇത്. കഴിഞ്ഞ കുറേ ദിവസമായി ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള കുട്ടികളാണ് കൂടുതലും ഇവിടെ ജോലി ചെയ്യുന്നവരിലേറെയും. അതോടൊപ്പം തന്നെ നേരത്തെ ആര്യ രാജേന്ദ്രൻ തന്നെ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് അത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ പോസ്റ്റിൽ ഇവർ കക്കൂസ് മാലിന്യം ഒഴുക്കി വിടുന്ന ഒരു ദൃശ്യങ്ങൾ സഹിതമാണ് ആ പോസ്റ്റ് ചെയ്തത്. അതായത് മാലിന്യ സംസ്കരണത്തിൽ നേരത്തെ തന്നെ കോർപ്പറേഷൻ്റെ ശ്രദ്ധയിലുള്ള ഒരു സ്ഥാപനമാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഈ 3 മാസം മുമ്പ് നോട്ടീസ് കൊടുത്തിട്ടും എന്തുകൊണ്ട് നടപടിയെടുത്തില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാകുന്നത്. ഇത്ര വലിയ സംഘർഷത്തിലേക്ക് ഇത്ര ആളുകൾ കൂടുന്ന നിലയിലേക്കൊക്കെ ഈ വിഷയം മാറിയതും തീർച്ചയായും അത് കോർപ്പറേഷൻ്റെ ഇടപെടൽ ഒന്ന് കുറവ് കൊണ്ടുതന്നെയാണ്. ഇപ്പോൾ ഇവിടെ വാർത്തയ്ക്ക് ശേഷം വന്ന കൗൺസിലർ കുറച്ച് ദിവസം മുമ്പ് തന്നെ ഈ ഒരു നിലപാടെടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയം തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇവർക്ക് ഈ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നത്. മിനിഞ്ഞാന്ന് ഇതിനകത്തേക്ക് കയറി വരുന്ന സ്ഥിതിയുണ്ടായി. നമ്മളിപ്പോൾ നടന്ന് റിപ്പോർട്ട് ചെയ്ത ഭാഗങ്ങളിലൊക്കെ മണ്ണിട്ട് മൂടിയതും നമ്മളതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന തോട് പോലെയുള്ള മാലിന്യമായിരുന്നു. ആ ഭാഗത്തേക്ക് കൂടി മണ്ണിട്ട് മൂടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അത് മണ്ണിട്ട് മൂടാം എന്നൊരു രീതിയിലേക്ക് കൗൺസിലർ കൂടി വരുന്നുണ്ട്. പക്ഷേ മണ്ണിട്ട് മൂടിയാലും ആ ഒരു മാലിന്യം അത് മണ്ണിലേക്ക് ഇറങ്ങും എന്ന കാര്യം ഒരു വസ്തുതയാണ്. അപ്പോഴാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത് അത് സക്ക് ചെയ്ത് ടാങ്കർ ലോറികളിൽ കൊണ്ടുപോകാം എന്ന നിലപാട് ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞത്. എന്തായാലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മേയർ ആര്യ രാജേന്ദ്രൻ ഇവിടേക്ക് വരണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. കാരണം ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നിവർ ആവശ്യപ്പെടുന്നു. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രശ്നം ഇങ്ങനെ പരിഹരിക്കാതായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് നാട്ടുകാർ എത്തിയതെന്നാണ് പറയുന്നത്. ഇവർ പറയുന്ന ഇഷ്യൂ അത്രയും ജെന്യൂനാണ്. നമ്മൾ ഈ വീടുകളിലൊക്കെ കണ്ടു, ആളുകളോടൊക്കെ സംസാരിച്ചു. തൊട്ടടുത്ത് ക്യാൻസർ പേഷ്യൻസ് ഉണ്ട്, കുഞ്ഞു കുട്ടികളുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മൂക്ക് പത്താതെ അതിൻ്റെ അടുത്ത് പോകാൻ കഴിയില്ല. അത്രയും വലിയ ഒരു ദുർഗന്ധമാണ് ആ ഭാഗത്തു നിന്നെല്ലാം വരുന്നത്. പക്ഷേ എന്നിട്ടും യഥേഷ്ടം ഇങ്ങനെയൊരു സ്ഥാപനം മാലിന്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നഗരമധ്യത്തിൽ ഇത്രയേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഈ രീതിയിൽ മലിനീകരണ സംവിധാനം ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. എന്തായി മാഡം തീരുമാനം? ഞാൻ ഇപ്പോൾ വരും, 5 മിനിറ്റ് ഇപ്പോൾ വരും. ഹെൽത്ത് ഇൻസ്പെക്ടർ എന്താ പറഞ്ഞത്? എല്ലാവരും ഇപ്പോൾ തീരുമാനം നിങ്ങൾ അറിയിക്കുക, ഒരു 5 മിനിറ്റ്. മേയർ വരുന്നുണ്ടോ? മേയറൊന്നും വരേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തല്ലോ. ഇവിടെ പരിഹരിക്കും അല്ലേ? പരിഹരിക്കും, തീർച്ചയായിട്ടും പരിഹരിക്കും. കോൺഫറൻസിലാണ് കൗൺസിലർ ഉള്ളത്. പക്ഷേ
ഇന്ന് രാവിലെ നമ്മൾ വിളിച്ച സമയത്ത് ഇവർ പറഞ്ഞത് ഇവിടെ ഭക്ഷണ സാധനങ്ങളൊന്നും പാചകം ചെയ്യുന്നില്ല, അത് ഗോഡൗൺ ആണെന്ന്. ആ സമയത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് ഉള്ളി അരിയുന്നതും മാവ് കുഴയ്ക്കുന്നതുമായ വിഷ്വൽ നമ്മൾ ഇവിടുന്ന് കാണിച്ചു കൊടുത്തപ്പോഴാണ് പിന്നീട് രണ്ടാമത് അവർ പറഞ്ഞത് അങ്ങനെയല്ല നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞ് നിലപാട് മാറ്റുന്നൊരു സ്ഥിതിയാണുള്ളത്. ഇവിടെ വന്നപ്പോഴാണ് ഇവർക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുകയും ചെയ്തത്. എന്തായാലും ഇതിലൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രമേ ഇനി മുന്നോട്ടുള്ളൂ എന്നൊരു നിലപാടാണ് കൗൺസിലർ സ്വീകരിക്കുന്നത്. ഇവിടെ ഔദ്യോഗിക പ്രതിനിധി എന്ന നിലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ എത്തിയിട്ടുണ്ട്. മറ്റ് ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തായാലും നാട്ടുകാരുടെ ആവശ്യം ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ്. നിങ്ങളുടെ ആവശ്യം ഇത് പൂർണ്ണമായി പരിഹരിക്കണമെന്നല്ലേ? അതെ. കുറേ നാളായിട്ടുണ്ടോ ഈ ബുദ്ധിമുട്ട്? കുറേ നാളായിട്ടുണ്ട് ബുദ്ധിമുട്ട്. ഞങ്ങളിവിടെ വരികയും ചെയ്തു, ഒരുപാട് തവണ പറഞ്ഞു ഇതൊക്കെ ഒന്ന് അവർ പരിഹരിക്കാനാണ്. എന്തായാലും ഇന്നൊരു തീരുമാനം ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. തൊട്ടടുത്ത് ഞങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റത്തില്ല, കിച്ചണിലോട്ട് കയറാൻ പറ്റത്തില്ല, ഭയങ്കര സ്മെല്ലാണ്. അതുപോലെ ഇത്രയും ഹൈജീൻ അല്ലാത്ത സ്ഥലത്ത് ഞങ്ങൾക്ക് 2 കുഞ്ഞു മക്കളുള്ളതാണ്. ഇതിനുശേഷം ഭയങ്കര അസുഖങ്ങളാണ് അവർക്ക് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ഈച്ചയും കൊതുകും ഒക്കെ അല്ല ഞങ്ങളുടെ വീട്ടിനകത്തും വരുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ഈ യൂണിയൻകാരും ആലോചിക്കുന്നില്ല എന്നാണ് ഞങ്ങളിപ്പോൾ പറയുന്നത്. അവരിതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അവരുടെ തൊഴിൽ പ്രശ്നങ്ങൾ മാത്രമാണ് അവരും ചിന്തിക്കുന്നത്. പക്ഷേ ഹൈജീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണല്ലോ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഒരുപാടായിട്ട് പറയുന്നുണ്ട് അല്ലേ ഇത്? അതെ, ഒരുപാടായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങൾ അടുത്ത് വന്ന വാപ്പയും ഹസ്ബൻഡും ഒക്കെ വന്ന് ഇവിടെ സംസാരിക്കുന്നുണ്ട്. ഇതുവരെ ഒരു തീരുമാനം പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.